ഇങ്ങനെ ഷഹാദത്തുമായി തൗഹീദുമായി കടന്നു വന്ന കാലഘട്ടത്തിൽ ഒരു സഹോദരന് ഒരു പെൺകുഞ്ഞെങ്ങാനും ജനിച്ചു പോയാൽ, ഒരു പെൺകുഞ്ഞ് ജനിച്ചെന്ന വാർത്ത കേട്ടുപോയാൽ അയാൾ ആ വാർത്ത എങ്ങോട്ട് കേട്ടാൽ അവന്റെ മുഖം കറുത്തിരുളുകയാണ്, അവന്റെ മുഖം വിവർണമാകുകയാണ്. മുഖം വിവർണമായി പോയി. ഇന്നും അങ്ങനെ ആ പിന്മുറക്കാരായ ആളുകൾ ഇന്നും ഉണ്ട്. ഈ ലേബർ റൂമിന്റെ പുറത്ത് നിൽക്കണ നേരത്ത് കുഞ്ഞുമായിട്ട് നഴ്സ് പുറത്തേക്ക് വരും. അപ്പൊ പറയും, കുട്ടി ഏതാ? കുട്ടി പെൺകുട്ടിയാണ്. അപ്പോ കാണാം മുഖത്തൊരു ഭാവവ്യത്യാസമൊക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു ആദ്യത്തേത് പെൺകുട്ടിയായിരുന്നുവെങ്കിൽ. അത് പറയുന്നില്ല. സഹോദരങ്ങളെ, അപൂർവം ചില ആളുകൾ ഉണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട്. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹോദരാ, നിങ്ങളെങ്ങാനും ഒരു പെൺകുട്ടിക്ക്, നിങ്ങളൊരു പെൺകുട്ടിക്ക്, ഹബീബ് പറയുകയാണ്, من عال جاريتين حتى تبلغا جاء يوم القيامة أنا وهو وضم أصابعه. മുത്തുനബി പറയുകയാണ്. ഏത് കാലത്താണിത് പറയുന്നതെന്നറിയണം സഹോദരങ്ങളെ. ഒരു കുഞ്ഞ്, ഒരാൾക്കൊരു പെൺകുട്ടി പിറന്നോ എന്ന വാർത്ത കേട്ടാൽ അവന്റെ മുഖം കറുത്തു വിവർണമായി പോകും. കാരണം ഷെയിം, നാണക്കേടാണ്, പുറത്തിറങ്ങാൻ പറ്റൂല. പെണ്ണിന്റെ വാപ്പാ പോന്നടോ, പെണ്ണിന്റെ വാപ്പാ പോന്നടോ എന്ന് പറഞ്ഞ ആളുകൾ ആക്ഷേപിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? എനിക്ക് പോലും ചിന്തിച്ചിട്ടത് തിരിയുന്നില്ല. പിന്നെങ്ങനെ മനസ്സിലാകാനാണ്? അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പെങ്ങളെ പെങ്ങളെ പെങ്ങളെ, നീ കേൾക്കാൻ പറയുകയാണ്. നീ ഭൂമി ലോകത്തേക്ക് പറന്നു വീണ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്നെ വാരിയെടുത്ത് അണച്ചുകൂട്ടി ചുംബനം നൽകിയ പിതാവിന് നിന്നെ വാരിയെടുക്കണമെന്നും അണച്ചുകൂട്ടണമെന്നും ചുംബനം നൽകണമെന്നും പഠിപ്പിച്ചതാരാന്നറിയുമോ? ഇന്ന് ഉറൂസ് മുബാറക്ക് നടക്കുന്ന സമയത്ത് ആ ഹബീബിന്റെ വചനപ്പൊരുളുകൾ പറയുന്ന മജ്‌ലിസിലിരിക്കാൻ സന്നദ്ധയാകാതെ നിന്റെ വാപ്പ നിന്നെ സ്നേഹിച്ചില്ലേ? പെണ്ണുവെങ്ങളെ, നിനക്ക് നല്ല മഫ്തയും നല്ല പർദയും നല്ല വാച്ചും നല്ല ബാഗും നല്ല ചെരുപ്പും നല്ല മൊബൈൽ ഫോണും നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? അതെല്ലാം നിനക്ക് സമ്മാനിച്ചു നിന്റെ പ്രിയപ്പെട്ട വാപ്പ തന്നില്ലേ? പൊന്നുപെങ്ങളെ, ആ വാപ്പയുടെ ഹൃദയത്തിൽ നിന്നോട് സ്നേഹം പകർന്നു നൽകിയതാരാണ്? താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയുടെ ഹദീസ് പറയണ മജ്‌ലിസിൽ നിനക്കിരിക്കാൻ ടൈമില്ല. നിനക്ക് കറങ്ങി നടക്കാനാണ് സമയം. നിനക്കിപ്പോഴും നീ പ്രസംഗം നടക്കുമ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി. നീ ഫേസ്ബുക്കിൽ എന്തൊക്കെയോ ചാറ്റിങ്ങിലാണ്. ഇതാരെ പറ്റിയാണ് പറയുന്നത്? മൻ ആല ജാരിയതൈ, മൻ ആല ജാരിയത. ഹബീബെ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ. ആരെങ്കിലും ഒരാൾ രണ്ടു പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നതുവരെ പോറ്റി വളർത്തിയാൽ, അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് വഴി നടത്തിയാൽ, അവർക്കൊരു നല്ല വിവാഹം ചെയ്ത് ഒരു പുരുഷന്റെ കയ്യിൽ സമ്മാനിക്കുന്നതുവരെ ഒരു പോറലുമേൽക്കാതെ രണ്ട് പെൺമക്കളെ ആരെങ്കിലും വളർത്തി വലുതാക്കിയാൽ, جاء يوم القيامة أنا وهو. നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഞാനും അവനും കടന്നു വരികയാണ്. അനാ വഹുവ, ഞാനിങ്ങനെ അവനിങ്ങനെ. വളമ്മ സാബിഅഹു.
ഹബീബിന്റെ രണ്ടു കരങ്ങൾ ചേർത്തു പിടിച്ച് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ സഹാബ, ഇത് കണ്ടോ സഹാബ, പെൺമക്കളെ പോറ്റുന്ന വാപ്പ, പൊന്മക്കളെ സംരക്ഷിക്കുന്ന വാപ്പ. അന്ന് ഫെമിനിസ്റ്റിന്റെ കൊടി പിടിക്കാൻ ഇവിടെ ഒരു ടീമുണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു പെണ്ണിന്റെ നേതാവ്, ഒരു മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു മീഡിയ ഉണ്ടായിരുന്നില്ല, ഒരു ചാനലുകാരൻ ഉണ്ടായിരുന്നില്ല. ആ ജനിച്ചു വീണ കുഞ്ഞ്, ആ ജനിച്ചു ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ് ആ പെൺകുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ജന്മത്തിന്റെ ആ ചൂട് വറ്റിപ്പോകുന്നതിന് മുമ്പ്, ആ ചൂട് തണുത്തു പോകുന്നതിന് മുമ്പ് ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുന്ന നേരത്ത് വന്ന മറയുടെ പിന്നിൽ നിന്ന് കാത്തിരിക്കുകയാ. ഈ ജനിച്ചു വീഴുന്നതൊരു പെൺകുഞ്ഞാണെങ്കിൽ അതിനെ പെട്ടെന്ന് പൊക്കിയെടുത്ത് ആ മാതാവിന്റെ മാർവിടത്തോട് ചേർന്ന് കിടന്ന് അമ്മിഞ്ഞ പാൽ ഒരിറക്ക് കുടിക്കാൻ അനുമതിക്കാതെ, നേരായ നിലയ്ക്ക് ആ കുഞ്ഞ് പ്രസവിച്ചു വീണിട്ടൊന്ന് ഉറക്ക നിലവിളിക്കാൻ അനുമതിക്കാതെ, അതാ തന്റെ പ്രിയപ്പെട്ട മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുന്ന പൊന്നുമോളെ കുടിച്ചു മൂടാൻ ഒരു വലിയ ഭീമാകാരമായ കുഴിയെടുത്തിട്ട് കാത്തു നിൽക്കുകയാ. പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ, പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ആ ചെറിയ കുട്ടിയുടെ കാലിൽ തൂക്കിയെടുത്തു കൊണ്ടുപോയി, ജന്മം നൽകിയ പിതാവേ, ജന്മം നൽകിയ പിതാവേ, ആ കുഞ്ഞിനെ ഒരു ദയയും കാണിക്കാതെ, ഒരു ദയാവായ്പും കാണിക്കാതെ കുഴിച്ചു മൂടുകയാണ്. ജീവനോടെ 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 കുഴിച്ചു മൂടുകയാണ്. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുഴിച്ചു മൂടരുതേ, അടിച്ചമർത്തരുതേ, വേദനിപ്പിക്കരുതേ, വിഷമിപ്പിക്കരുതേ, താങ്ങാകണേ, തണലാകണേ, ചേർത്തു നിർത്തണേ, വാരിപ്പുണരണേ. സയ്യിദത്തുനാ ബീബി ഫാത്തിമ അമ്പരത്തമ്പിളി പോലെ, വെണ്ണിലെ താരകം പോലെ, അമ്പിയരാജന്റെ ഇമ്പർ ഹബീബിന്റെ പൊന്നോളി ഫാത്തിമ ബീവി, പൊന്നോളി ഫാത്തിമ. സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി പൊന്നുമോളെ സ്വീകരിച്ചു കൊണ്ടുവരുമായിരുന്നു. പോരാ, ആ കവിൾത്തടത്തിൽ മുത്തം നൽകുമായിരുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ഫാത്തിമ ബീവി വീട്ടിലേക്ക് വരുമ്പോൾ ഹബീബായ തങ്ങൾ എത്തി നിന്നിട്ട് പൊന്നുമോളുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കുമായിരുന്നു. ആരിത്? സയ്യിദത്തുനാ ബീവി ഫാത്തിമ ബീവിയെ, ലോകൈക പ്രവാചകരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്നാണിത് വന്നത്? എവിടുന്നാണിത് വന്നത്? സഹോദരങ്ങളെ, ഇന്നിപ്പോ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ എത്ര ആളുകളാ. സ്വന്തം പെങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഒരു പക്ഷെ ആങ്ങളെ കേട്ടുകൊള്ളുന്നില്ല. എന്നാൽ അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞാൽ ആ ആങ്ങളയ്ക്ക് അവളുടെ ആങ്ങളെ ആകാൻ ഭയങ്കര താല്പര്യമാണ്, അവളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരങ്ങളെ, ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പെൺമക്കളെ സംരക്ഷിച്ചു വളർത്തിയാൽ നിങ്ങൾക്ക് നാളെ എന്നോടൊപ്പം, നമ്മൾ എപ്പോഴും ദ്വാരക്കാറുള്ളതാണ്, പടച്ചവനെ പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം കൂട്ടണേ അല്ലാ, മുത്തുനബിയോടൊപ്പം കൂട്ടണേ അല്ലാ. ഞാനിവിടെ വന്നപ്പോ ഞാൻ ദ്വാരുന്നു, ആമുഖമായിട്ട് ദ്വാരുന്നു. അങ്ങനെ നമുക്കൊക്കെ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ ആഗ്രഹമുണ്ട്. വാപ്പമാരെ, ഉമ്മമാരെ, അതിനൊരു എളുപ്പ വഴിയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ നിങ്ങൾ പോറ്റി വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി നല്ലൊരു സാലിഹായ മണവാളനെ
കണ്ടെത്തി അവനിൽ ഏൽപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നാളെ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ ഇങ്ങനെ കടന്നു വരാമെന്ന് പറഞ്ഞത് ഹാമിദ് യാസീൻ അല്ല, ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സ് തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. അപമാനമാണ്, അപമാനമാണ്. ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ അവൻ അപമാനമാണ്. അവന്റെ മാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. മാത്രമല്ല, അവൻ ഒളിച്ചിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന്. അപമാന ഭാരത്തോടെ ഒരു പെൺകുഞ്ഞ് പിറന്ന പിതാവ് ഒളിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപമാന ഭാരത്തോടെ ഒളിച്ചിരുന്നിട്ട് പിതാവ് ചിന്തിക്കുകയാണ്, ആ കുട്ടിയെ മണ്ണിൽ കുഴിച്ചു മൂടണോ എന്നവൻ ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അറിയണേ, അവൻ വിധിക്കുന്ന തീരുമാനം എത്ര മ്ലേച്ഛമായ മോശമായ തീരുമാനമാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഞാൻ ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കോഴിക്കോട് നിന്ന് വയനാട് വഴി സുൽത്താൻ ബത്തേരി വഴി പാടന്തറയിൽ പോയിരുന്നു. പാടന്തറയിൽ 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹ വിവാഹം നടക്കുകയാണ്. ഡോക്ടർ ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ എന്ന ഒരു വലിയ മനുഷ്യൻ. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല. നിങ്ങൾ കല്യാണം നടത്താറുണ്ട്, സാധു പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാറുണ്ട്. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. 5 പേരെ കെട്ടിക്കുന്ന സദസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, 10 പേരെ കെട്ടിക്കുന്ന സദസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 5 അല്ല 10 അല്ല 175ഓളം വരുന്ന നിർധനരായ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്ന സദസ്സ്. നിർധനരായ പാവങ്ങളായ, അറിയുമോ നിങ്ങൾക്ക് ഗൂഡല്ലൂരിനെ പറ്റി? നിങ്ങൾ ഒരു പക്ഷേ അവിടെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കാലാവസ്ഥ ആസ്വദിക്കാൻ പോയിട്ടുണ്ടാകാം. ഗൂഡല്ലൂർ എന്ന് പറഞ്ഞാൽ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ പർവ്വതക്കെട്ടുകളുള്ള നാടാണ്. വിശാലമായി പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്, കാപ്പിത്തോട്ടങ്ങളാണ്, അതുപോലെ തന്നെ എസ്റ്റേറ്റുകളാണ്. വളരെ മനോഹരമായ കുളിരുള്ള കാലാവസ്ഥയാണ്. പക്ഷേ ആ എസ്റ്റേറ്റുകളിൽ തൊഴിലെടുക്കുന്ന, പണിയെടുക്കുന്ന പാവങ്ങളായ ആളുകളുടെ ജീവിതം മനോഹരമല്ല, പ്രയാസ നിർഭരമാണ്, കഷ്ടപ്പാടാണ്, വേദനയാണ്, വിഷമമാണ്. 200 രൂപയാണ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളമുള്ളത്. എത്രയാ 200 രൂപയാണ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളമുള്ളത്. ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന പാവപ്പെട്ട തോട്ടം തൊഴിലാളികളായ മുസ്ലിമീങ്ങളുണ്ട്, ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്. അവർ പാവങ്ങളായ ജനങ്ങളാണ്. ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ പിറന്നു വീഴുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ആദിയാണ്. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജനിച്ചാൽ ആ വീട്ടിലെ ഉമ്മയുടെ കൽവിൽ തീ കത്തുകയാണ്. കാസർഗോഡ് ജില്ലക്കാരെ, നിങ്ങളെപ്പോലെ അവർക്ക് വലിയ കല്യാണങ്ങൾ നടത്താൻ സൗകര്യങ്ങളില്ല. ചിലപ്പോഴെങ്കിലും ചില സന്ദർഭങ്ങളിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുകയാണ്. കാസർഗോഡ് ജില്ലയിൽ കല്യാണങ്ങൾ കൊണ്ട് പണത്തിന്റെ അഹങ്കാരം കാണിക്കുന്ന ധിക്കാരിയുള്ള ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലുണ്ട്, കാസർഗോഡ് ജില്ലയിലുണ്ട്. നിങ്ങളുടെ ജില്ല നിങ്ങൾക്ക് അപമാനമാണോ അഭിമാനമാണോ? കല്യാണ ആർഭാടങ്ങളുടെ പേരിൽ, തോന്നിവാസങ്ങളുടെ പേരിൽ, താന്തോന്നിവാസങ്ങളുടെ പേരിൽ അല്ലാഹു പണം തന്നതുകൊണ്ട് ധിക്കാരം കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന ചില മുതലാളിമാരുള്ള ലോകമാണ്. എനിക്ക് ഒരാളെയും കൂടെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോളൂ, നിങ്ങൾ എന്നെ തോക്കെടുത്ത് വെടിവെച്ചു വന്നോളൂ, ഞാനിത് പറയാതിരിക്കില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണ് ഞാൻ പറയുന്നത്. ട്രോളന്മാരെ ട്രോളിക്കൊള്ളുക. സോഷ്യൽ മീഡിയയിൽ ആളുകൾ ദീൻ പറയുമ്പോൾ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ധിക്കാരികളുണ്ട്. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ദുനിയാവ്
സ്വർഗമാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ്, ദുനിയാവ് സ്വർഗമാണെന്ന് ധരിച്ച ആളുകളാണ്. ഞാൻ വിചാരിക്കുന്നത് ദുനിയാവ് സ്വർഗമല്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഇഹ്ദിന الصراطൽ മുസ്തഖീം ഇഹ്ദിന الصراطൽ മുസ്തഖീം. 5 നേരമാണ് 5 വഖത്ത് നിസ്കാരത്തിലും ഒരു മുസൽമാൻ ദുആ ഇറക്കുകയാണ്. ഇഹ്ദിന الصراطൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇന്ന് അവസാനിപ്പിക്കണം സഹോദരങ്ങളെ. നമ്മുടെ പടച്ചവനെ വഞ്ചിക്കുകയാണ്, അല്ലാഹുവിനെ പറ്റിക്കുകയാണ്, പടച്ചവനെ കബളിപ്പിക്കുകയാണ്. ഇത് ധിക്കാരമാണ്, ഇത് താന്തോന്നിവാസമാണ്, ഇത് തെമ്മാടിത്തരമാണ്. പറയാതെ വയ്യ. എന്റെ യുവത്വമേ കാതുകൂർപ്പിച്ച് കേൾക്കണേ. എന്റെ കൽബിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരാ, ഹൃദയം തുറന്നു വച്ചു കേൾക്കണേ. അല്ലാഹുവിനെ വെല്ലുവിളിച്ച് നടത്തുന്ന കല്യാണ മാമാങ്കങ്ങൾ ശവപ്പെട്ടിയിലാണോ എഴുന്നള്ളത്തേണ്ടത്? JCBക്കകത്താണോ എഴുന്നള്ളത്തേണ്ടത്? ഒരു സ്ത്രീയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു വാപ്പ വിഷമിക്കുന്ന വിഷമങ്ങൾ എത്രയാണ്. ഒരു മകളെ പോറ്റി വളർത്തിയ പിതാവ് ആ പൊന്നുമോളെ 18 വയസ്സുവരെ പോറ്റി വളർത്തിയിട്ട് താൻ ഉദ്ദേശിച്ചൊരു നല്ല മനുഷ്യന്റെ കയ്യിലേക്ക് മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറത തുലതൈ ദീനി. ഹബീബ് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാള് വിവാഹം ചെയ്താൽ ദീനിൽ 2 അയാള് കരഗതമാക്കി, ബാക്കിയുള്ളത് ഇബാദത്ത് ചെയ്തയാള് നേടിയെടുക്കട്ടെ എന്നാണ് ഹദീസ്. ഒരു വാപ്പാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തന്റെ പുതുമണവാളന്റെ കയ്യിൽ പിടിച്ചു പോകുന്ന രംഗം കാണുമ്പോൾ വാപ്പ കടുകടുത്ത ഹൃദയമുള്ളവനാണ്. പെൺമക്കൾക്ക് വാപ്പായോട് എത്ര സെന്റിമെന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പലപ്പോഴും പെൺമക്കൾക്ക് വാപ്പായോടല്ല താല്പര്യം, ഉമ്മാനോടാണ് കൂടുതൽ താല്പര്യം. വാപ്പാട് അവര് പരിഗണിക്കാറില്ല, വാപ്പായോട് പലപ്പോഴും അവര് സംസാരിക്കാറില്ല. വാപ്പ എന്ന് പറയുന്ന എപ്പോഴും ശാസിക്കുന്നയാളാണ്, വാപ്പ എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കു പറയുന്നയാളാണ്, വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുപ്പക്കാരനാണ്, വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത മനസ്സുള്ളയാളാണ് എന്ന ചിന്താഗതിയിലേക്ക് മക്കള് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വാപ്പ ആരാണ്? പ്രവാസിയായ വാപ്പ വല്ലപ്പോഴും ഒക്കെ സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന കേവലം അതിഥിയാണ്. ആരാണ് വാപ്പ? വാപ്പ സ്കൂൾ ബാഗ് വേണമെന്ന് പറയുമ്പോ മേടിച്ചു കൊടുക്കാനുള്ളയാളാണ്. വാപ്പ ചെരുപ്പ് വേണം, വാപ്പ ബ്രാൻഡ് വാച്ച് വേണം, വാപ്പ ബ്രാൻഡ് മൊബൈൽ വേണം എന്നൊക്കെ ടാബ് വേണമെന്ന് പറയുമ്പോ മേടിച്ചു കൊടുക്കാനുള്ളൊരു യന്ത്രമായി വാപ്പായെ കാണുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികളെ വാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ. എന്റെ റബ്ബേ, എന്റെ കുഞ്ഞുമോൾ, അവളെ ഞാനൊരു പുതുമണവാളന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുകയാണ്. ആ പുതുമണവാളൻ അവളുമായി നല്ലൊരു ജീവിതം, മാതൃകാ സമ്പന്നമായ നല്ലൊരു ജീവിതം, പോറലേൽപ്പിക്കാതെ, വിഷമിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ. ബക്കറ്റ് കളക്ഷൻ, മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പോക്കറ്റിലൊന്നും എടുത്തിട്ടില്ല, കാലി പോക്കറ്റാണല്ലോ. നിങ്ങളെ പോക്കറ്റ് എന്തെങ്കിലും? നിങ്ങളും പോക്കറ്റ് ഇല്ലാത്ത ഷർട്ടാണ്. മാഷാ അല്ലാഹ്. പേഴ്സുണ്ട്, പേഴ്സ് ഇതാ, നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഏത് നോട്ടാ എടുക്കേണ്ടത്? യോ ചോയ്സ്. അശ്വല്ലേക്ക് ഇതാ 10 ഉണ്ട്, 100 ഉണ്ട്. ഏതെടുക്കണം? പാവപ്പെട്ടോ വന്ന് കുടുങ്ങി മേലെ എൻ്റെ അടുത്ത് ബക്കറ്റുമായിട്ട് വരത്തില്ല കേട്ടോ. ബിസ്മില്ലാ, എടുക്കട്ടെ. പെർമിഷൻ ഉണ്ടോ? മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഒന്നും എടുത്തിട്ടില്ല, പേഴ്സ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. എല്ലാ സഹോദരങ്ങളും സഹകരിക്കുക. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. എല്ലാരും പോക്കറ്റിൽ കൈയിട്ട് നോക്ക്. ചിരിക്കല്ലേ, തമാശയല്ലേ, സീരിയസ് ആയിട്ട് പറയുന്നത്. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട്. പോക്കറ്റിൽ കൈയിട്ട് നോക്ക്. എല്ലാരും പോക്കറ്റ് കൈയിട്ട് നോക്ക്. ആരും കൈയിടുന്നില്ലല്ലോ പോക്കറ്റില്. ബിസ്മില്ലാ. എല്ലാരും സഹായിക്കുക. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. സഹായിക്കുന്ന ആളുകളെ മുഴുവനും അള്ളാഹു സഹായിക്കട്ടെ. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ പറയ്. ചില ആളുകളുടെ കയ്യിൽ ആ പൈസ ഉണ്ടാവില്ല,
പക്ഷെ ആമീൻ പറയാലോ. പൈസ ഉണ്ടെങ്കിൽ എന്താ, പൈസ ഇല്ലെങ്കിൽ എന്താ, ആമീൻ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതുകൊണ്ട് ഇഖ്ലാസോടെ ആമീൻ പറയാം. അള്ളാഹു നമുക്ക് സഹായിക്കട്ടെ. അള്ളാഹു മുഅ്മിനീങ്ങൾ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കട്ടെ. രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ, വിഷമങ്ങൾ പരിഹരിച്ചു തരട്ടെ. വീടില്ലാത്തവർക്ക് പടച്ചവനെ വീട് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. കടം കൊണ്ട് കൈവലഞ്ഞു പോയ പാവങ്ങൾക്ക് കടങ്ങളെ വീട്ടിൽ കൊടുക്കണേ അല്ലാ. എന്ത് നന്മ ഉദ്ദേശിച്ച് ആര് ഈ മജ്ലിസിനെ സഹായിച്ചാലും അവരുടെ സദുദ്ദേശങ്ങളെ നീ സഫലമാക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ പണത്തിന്റെ പേരിൽ ധിക്കാരം കാണിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. ഞാൻ പറയട്ടെ വാപ്പമാരെ, ഗൂഡല്ലൂരിലെ പാവപ്പെട്ട പിതാവിന് ഒരു പൊന്നുമകൾ പ്രായപൂർത്തിയായാൽ 200 രൂപ 250 രൂപ തോട്ടം തൊഴിലാളിയായി തേയിലത്തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയായ പിതാവിന് തന്റെ പൊന്നുമോളെ കെട്ടിക്കാൻ ഗതിയില്ല. ആ പെൺകുട്ടി പണമില്ലാത്തതിന്റെ പേരിൽ കല്യാണം എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമാണ്. കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികളോടത് പറഞ്ഞാൽ മനസ്സിലാകില്ല. കല്യാണത്തിന്റെ പേരിൽ ദൂർത്ത് കാണിക്കുന്ന പല ജില്ലകളിലെയും മുതലാളിമാരുടെ മക്കളോടത് പറഞ്ഞാൽ മനസ്സിലാകില്ല. പാവപ്പെട്ട പെൺകുട്ടികൾ, അവർക്ക് കല്യാണം പടച്ചവനെ നടക്കുമോ ഇല്ലേ? കാരണം എന്റെ വാപ്പാ രോഗിയാണ്. വെള്ളിയാഴ്ചകളിൽ ജുമയ്ക്ക് നമ്മൾ ജുമ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതാ ഒരു തട്ടം വിരിച്ചിട്ടൊരു വാപ്പ നിൽക്കുകയാണ്. രോഗിയായ വാപ്പ, എനിക്ക് അധ്വാനിക്കാൻ ശേഷിയില്ല. പ്രായപൂർത്തിയെത്തിയ പെൺമക്കൾ എന്റെ വീട്ടിന്റെ അകത്തളങ്ങളിൽ കണ്ണീരും കിനാവുമായി പരനിറഞ്ഞു നിൽക്കുകയാണ്. സഹായിക്കുമോ സമുദായമേ, സഹായിക്കുമോ സമുദായമേ എന്ന് എന്നോട് നിങ്ങളോട് വെള്ളിയാഴ്ചകളിൽ പള്ളിമുറ്റങ്ങളിൽ യാചനയുടെ സ്വരത്തിൽ നിൽക്കുന്ന എത്രയോ പിതാക്കളെ ഞാൻ കണ്ടു, നിങ്ങൾ കണ്ടു. എത്ര പേരാ 10 രൂപയും 100 രൂപയും ഇട്ടിട്ട് പോകുകയാണ്. അതല്ലെങ്കിൽ ആ പിതാവിനോട് ചേർന്ന് നിന്നിട്ട് നിങ്ങൾ എവിടുത്തുകാരനാ, നിങ്ങൾ എവിടുന്ന് വന്നതാ, എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് സഹോദര എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ ഞാനോ നിങ്ങളോ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ 100 കണക്കിന് പിതാക്കന്മാര് താമസിക്കുന്ന ദാരിദ്ര്യം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ പെടാപ്പാടുപെട്ട് കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ, അവരുടെ ഉയർന്നു വളർന്നു വന്ന പ്രിയപ്പെട്ട പെൺമക്കളെ കെട്ടിക്കാൻ ഗതിയില്ലാതെ, കെട്ടിക്കാൻ പണമില്ലാതെ കണ്ണീരോടെ കിനാക്കളോടെ കഴിഞ്ഞുകൂടിയപ്പോൾ മഹാനായ ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ എന്ന വലിയ മനുഷ്യന്റെ സമക്ഷത്തിൽ ചെന്നു. ഒരാളല്ല, രണ്ടാളല്ല, 10 ആളല്ല, 175 ആളുകൾ ചെന്നു. ഇത്തവണയാണത് 2014 തുടങ്ങിയതാണ്. ഇതുവരെ 700ഓളം യുവദമ്പതികൾക്ക് നിങ്ങൾ കാതുകൊണ്ട് കേൾക്കണേ, നിങ്ങൾ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളണേ. 700ഓളം 350 നിർധനരായ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം നടക്കുമോ ഇല്ലേ? പണമില്ല, എനിക്ക് കല്യാണമില്ല എന്ന് ചിന്തിച്ചിരുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കുടിലുകളിലേക്ക് കല്യാണത്തിന്റെ ആഘോഷം സമ്മാനിച്ച മഹാനായ ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ, ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ, നീ വിജയിപ്പിക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് സഹോദരങ്ങളെ. ഞാൻ ആലോചിച്ചു പോകുകയാണ്. യാദൃച്ഛികമായി വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു പോകുകയാണ്. എത്ര വലിയ ഭാഗ്യമാണ് അല്ലാഹു ആ മനുഷ്യന് നൽകിയത്. തമിഴ്നാട് സർക്കാർ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ 25 പേരുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് 25,000 രൂപയും 5 പവനുമാണ് കൊടുക്കുന്നത്. എന്തു പ്രതീക്ഷിച്ചിട്ടാണ് ദേവർഷോല ചെയ്യുന്നത്? എന്തു പ്രതീക്ഷിച്ചിട്ടാണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഫിൽ ജന്നതി ഹാകദാ, സ്വർഗ
സ്വർഗത്തിൽ ഹബീബിനോട് ഇങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നല്ല നീയത്ത് വെക്കണേ വാപ്പമാരെ. ലേബർ റൂമിന്റെ അകത്തളത്തിൽ നിന്ന് നഴ്സ് പെൺകുട്ടിയാണെന്ന് പറയുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു വിഷമം വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വാപ്പ എന്റെ സദസ്സിൽ ഇരിപ്പുണ്ടോ? ഏതെങ്കിലും ഒരു അമ്മായിമാര് കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും ഉമ്മമാര് കേൾക്കുന്നുണ്ടോ? നിങ്ങളെ ഈ ദുഷിച്ച സ്വഭാവം എവിടെ നിന്ന് വന്നതാണെന്നറിയുമോ? 6-ാം നൂറ്റാണ്ടിൽ പെൺകുഞ്ഞ് പിറന്നു വീണു എന്ന് കേട്ടപ്പോൾ മുഖം കറുത്തുപോയ കാട്ടറബികളുടെ സ്വഭാവമാണ് ആ സ്വഭാവം. ഒരു പെങ്ങൾ ഏതോ ഒരു നാട്ടിൽ എവിടെയോ വയലിൽ ചെന്നപ്പോ ഒരു കത്ത് കൊടുത്തു വിട്ടു. ഉസ്താദേ, എനിക്ക് 4 പെൺമക്കളാണ്. എന്റെ അമ്മായിക്ക് എന്നോട് വെറുപ്പാണ്. 4 പെൺമക്കളാണ്. എന്റെ അമ്മായിക്ക് എന്നോട് വെറുപ്പാണ്. എന്റെ ഭർത്താവിന് എന്നോട് വെറുപ്പാണ്. എന്റെ ഭർത്താവിന്റെ കുടുംബക്കാർക്ക് എന്നോട് വെറുപ്പാണ്. ഉമ്മമാര് കേൾക്കണം, അമ്മായിമാര് കേൾക്കണം, വാപ്പമാരറിയണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ആ പെൺമക്കളെ പോറ്റി വളർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം. നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം.